സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല നമ്മളെല്ലാവരും മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ദേവീ സ്തോത്രങ്ങളും നാമങ്ങളും ജപിച്ചുകൊണ്ടുള്ള വ്രതത്തിലാണ് അല്ലേ? നമ്മളെല്ലാം വ്രതം നോറ്റ് കാത്തിരിക്കുന്ന ദിവസം, ആറ്റുകാൽ അമ്മയുടെ അമ്മ പരാശക്തിയുടെ അനുഗ്രഹത്തിനായി പൊങ്കാല അർപ്പിക്കുന്ന ദിവസം. കാപ്പുകെട്ടി കുടിയിരുത്തിയ ദേവിയെ ഭക്തിയോടെ നാമജപത്തോടെ വ്രതശുദ്ധിയോടെ പൊങ്കാല അർപ്പിച്ച് സന്തോഷിപ്പിച്ച് അനുഗ്രഹം നേടാനായി കാത്തിരിക്കുന്ന ദിവസം. ദിനവും അതിരാവിലെ കുളി കഴിഞ്ഞ് സൂര്യസ്തുതി ചൊല്ലി തുളസിക്ക് പ്രദക്ഷിണം ചെയ്ത് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് സൗന്ദര്യലഹരിയിലെ ശ്ലോകമായ ജപോ ജൽപ്പ ശില്പം സകലമപി മുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യ ക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലം ആത്മാർപ്പണദൃശ സപര്യാ പര്യായസ്തവ ഭവതു യന്മേ വിലസിതം. അല്ലയോ ഭഗവതി, ഞാൻ ജൽപ്പിക്കുന്നതെല്ലാം നിനക്കുള്ള ജപമായും കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിനക്കുള്ള പൂജയായും എൻ്റെ സഞ്ചാരം നിനക്കുള്ള പ്രദക്ഷിണമായും എൻ്റെ കിടപ്പ് നിനക്കുള്ള നമസ്കാരമായും എൻ്റെ അന്നപാനങ്ങൾ നിനക്കുള്ള ഹോമങ്ങളായും എൻ്റെ എല്ലാ പ്രാപഞ്ചിക സുഖങ്ങളും നിന്തിരുവടിക്കായി കൊണ്ടുള്ള എൻ്റെ പൂജയായി രൂപാന്തരപ്പെടണമേ എന്ന് ജപിച്ചുകൊണ്ട് വേണം നമ്മളെല്ലാ പ്രാർത്ഥനയും തുടങ്ങാൻ. ദേവീ മാഹാത്മ്യത്തിലെ ദേവീ സൂക്തം, ലളിതാ സഹസ്രനാമം, ലളിതാഷ്ടോത്തര ശതനാമാവലി, ദേവീ മഹാത്മ്യം എന്നിവയൊക്കെ പാരായണം ചെയ്യാവുന്നതാണ്. സ്വന്തം ഗൃഹത്തിൽ തന്നെ പൊങ്കാലയിടുന്നവർ അതിരാവിലെ കുളിച്ച് ശുദ്ധമായി ഗൃഹത്തിൽ ദീപം തെളിയിച്ച് ദേവീക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ ദർശനം നടത്തിയിരിക്കണം. പൊങ്കാലയിടാൻ തലേ ദിവസം തന്നെ പൊട്ടുവീഴാത്ത പുതിയ മൺകലവും അടുപ്പ് കത്തിക്കാനുള്ള കൊതുമ്പും ഓലയും, അടുപ്പ് കൂട്ടാൻ സൗകര്യമില്ലാത്തവർ ഇപ്പോൾ കല്ലുകൊണ്ടുള്ള റെഡിമെയ്ഡ് അടുപ്പ് വാങ്ങാൻ കിട്ടും. അത് തലേ ദിവസം തന്നെ തീർത്ഥം തെളിച്ച് ശുദ്ധിയാക്കി വയ്ക്കുക. കൂടാതെ അടുപ്പ് കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ഗൃഹത്തിൻ്റെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂല നല്ല വൃത്തിയായി അടിച്ചു തെളിച്ച് ശുദ്ധമാക്കി അടുപ്പ് തയ്യാറാക്കാനുള്ള പാകത്തിലാക്കി വയ്ക്കണം. കൂടാതെ ഉണക്കലരി, നല്ല ശർക്കര അല്ലെങ്കിൽ ഇപ്പോൾ ഓർഗാനിക് ജാഗറി എന്ന പൗഡർ വാങ്ങിക്കുവാൻ കിട്ടും. അത് വാങ്ങിവെക്കുക. തേങ്ങ, കശുവണ്ടി, ഉണക്കമുന്തിരി, പഴം, നെയ്യ് എന്നിവയെല്ലാം തയ്യാറാക്കി വയ്ക്കണം. അഷ്ടദ്രവ്യ പൊങ്കാലയിടുന്നവർ ഉണക്കലരി, ശർക്കര, കശുവണ്ടി, ഉണക്കമുന്തിരി, നെയ്യ്, തേൻ, പഴം, നാളികേരം കൂടാതെ എള്ള്, കൽക്കണ്ടം എന്നിവയും ചേർക്കാം. ഇതൊന്നും കൂട്ടിവെക്കാൻ സാധിക്കാത്തവർ ഭക്തിയോടെ പുതിയ മൺകലത്തിൽ നാമജപത്തോടുകൂടി ഉണക്കലരി വേവിച്ച് അതിൽ ശർക്കരയും പഴവും നെയ്യും ചേർത്ത് പൊങ്കാല സമർപ്പിച്ചാലും മതിയാകും. അഷ്ടദ്രവ്യ പൊങ്കാല അഷ്ടലക്ഷ്മി എന്ന സങ്കല്പത്തിലാണ് സമർപ്പിക്കുന്നത്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി അഥവാ ധൈര്യലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നിങ്ങനെ. പുതിയ കോട്ടൺ വസ്ത്രം അല്ലെങ്കിൽ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രം ഉടുത്തു വേണം പൊങ്കാലയിടാൻ. പൊങ്കാലയിടാൻ എല്ലാം തയ്യാറാക്കി വച്ചതിനു ശേഷം അടുപ്പിനടുത്ത് നിലവിളക്ക് തെളിയിച്ച് ഒരു ഇലച്ചീന്തിൽ അവൽ, മലർ, പഴം, ശർക്കര, കൽക്കണ്ടം, മുന്തിരി എന്നിവ ഗണപതിക്ക് വയ്ക്കേണ്ടതാണ്. എന്നിട്ട് വേണം പൊങ്കാലയിടാൻ. പൊങ്കാലയിടുന്നവർ അന്നേ ദിവസം പൊങ്കാല സമർപ്പിക്കുന്നതുവരെ വ്രതത്തിലായിരിക്കണം എന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഇളനീർ, ചെറിയ പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. പൊങ്കാല തയ്യാറാക്കാനിരിക്കുന്നതിന് മുൻപ് കഴിക്കേണ്ടതാണ്. പൊങ്കാലയിടാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല നേദ്യമായി സമർപ്പിച്ചതിനു ശേഷമേ എന്തെങ്കിലും കഴിക്കാവൂ. പൊങ്കാലയിടുമ്പോൾ കൂടുതൽ നാമങ്ങൾ ജപിക്കാൻ അറിയാത്തവർ ലളിതാ സഹസ്രനാമത്തിലെ 428 നാമമായ പഞ്ചകോശാന്തരസ്ഥിതായേ നമ. പഞ്ചകോശാന്തരസ്ഥിതായേ എന്നാൽ
മനുഷ്യ ശരീരത്തിലെ പഞ്ചകോശങ്ങൾ, അതായത് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നീ 5 കോശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പരാശക്തിയെ നമിക്കുന്നു എന്നർത്ഥം. 480 നാമമായ പായസാന്നപ്രിയായേ നമ. പായസാന്നപ്രിയായേ എന്നാൽ മധുരമുള്ള പായസം വളരെയധികം ഇഷ്ടപ്പെടുന്നവളെ എന്നർത്ഥം. അങ്ങനെയുള്ളവളെ നമിക്കുന്നു എന്നർത്ഥം. 501 നാമമായ ഗുഢാന്നപ്രീത മാനസായേ നമ. ഗുഢാന്നം എന്നാൽ അരി, പാൽ, ശർക്കര, നെയ്യ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന അന്നത്തിൽ നാളികേരം, കദളിപ്പഴം, ഏലക്കായ എന്നിവ ചേർത്ത് സ്വാദിഷ്ടമാക്കിയ അന്നം വളരെ ഇഷ്ടപ്പെടുന്നവളായ ദേവിയെ നമിക്കുന്നു എന്നർത്ഥം. ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം ഇവയൊന്നും ചൊല്ലാൻ സാധിക്കാത്തവർ ഈ 3 നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ സർവമംഗളമംഗല്യേ എന്ന ശ്ലോകവും ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീദ പ്രസീദ മാതർ ജഗദോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ എന്ന ശ്ലോകവും ചൊല്ലാവുന്നതാണ്. സമർപ്പിച്ചതിനു ശേഷം ആ നേദ്യം വേണം നമ്മളെല്ലാവരും കഴിക്കാൻ. പൊങ്കാല നേദ്യം പാഴാക്കി കളയാൻ പാടുള്ളതല്ല. അത് ഗൃഹത്തിലുള്ളവർ കഴിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് നൽകുകയോ വേണം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം സമർപ്പിക്കുന്നതോടെ പൊങ്കാല പൂർത്തിയാകും. അന്നേ ദിവസം ബാലികമാർക്കുള്ള നേർച്ചയായ താലപ്പൊലിയും നടക്കും. 10 വയസ്സിന് താഴെ പ്രായമുള്ള ബാലികമാരാണ് താലപ്പൊലിയിൽ പങ്കെടുക്കുക. അടുത്ത ദിവസം നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടിയാണ് പൊങ്കാല മഹോത്സവം സമാപിക്കുന്നത്. എല്ലാവരും വ്രതത്തോടുകൂടി നാമജപത്തോടുകൂടി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം നേടാനായി പ്രാർത്ഥിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണേ. നമോസ്തുതേ.